ഡ്രൈവർ ഒരു ട്രിപ്പ് പോവും. കയറിക്കൊള്ളു. ബസൻ നഗർ. നമ്മുടെ വണ്ടി എപ്പോഴാ കിട്ടുക? അടുത്താഴ്ച തരാന്ന് പറഞ്ഞിട്ടുണ്ട്. പേൾ വെയിറ്റ് നല്ല ഡിമാൻഡാ. ആലോചിച്ചിട്ട് തന്നെ പേടിയാവുന്നടാ. എന്ത് പേൾ വെയിറ്റ് ബുക്ക് ചെയ്തതോ? അതല്ല, വീട്ടിലെ കാര്യം. അതിന് നിന്റെ വീട്ടിലൊന്നും ഇതുവരെ ആർക്കും സംശയം തോന്നിയിട്ടില്ലല്ലോ. അതല്ലേ ഭാഗ്യം. വെള്ളിയാഴ്ച വൈകുന്നേരം വീട്ടിലേക്ക് പോയി തിങ്കളാഴ്ച രാവിലെ വരുന്നതുകൊണ്ട് ഹോസ്റ്റലിൽ നിന്ന് വരുന്നു തന്നെയാ വിശ്വാസം. നിന്റെ തന്ത ഒരു ടൈപ്പ് അല്ലേ? അങ്ങനെ അറിഞ്ഞാലും വലിയ ഭൂകമ്പം ഒന്നും ഉണ്ടാവുന്ന എനിക്ക് തോന്നുന്നു. ബുദ്ധിലേശം കുറവാ, പക്ഷെ തെറ്റിയ തറയാ. ഒന്നാന്തരം പേപ്പട്ടിയുടെ സ്വഭാവം. എന്തു പറ്റി? ഒന്ന് കുറച്ചതാ, അല്ല ചുമച്ചതാ. ശരിയായി. അമ്മാവനെ അത് ചെയ്യൂ ഇത് ചെയ്യൂ എന്നൊക്കെ മൈക്ക് വെച്ച് വിളിച്ചു പറഞ്ഞിട്ട് പോയതാണല്ലോ അനന്തരവൻ. പിന്നെന്താ പുലി പൂച്ചയെ പോലെ ആയത്? സാജിട്ടും ഫോൺ ചെയ്ത കാര്യം ഞാൻ അമ്മയോട് വ്യക്തമായി പറഞ്ഞതല്ലേ, പിന്നെന്തിനാ ഒരു കുത്തുവാക്ക്? എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഏട്ടന്. കുറെ പൈസയുടെ ആവശ്യമുണ്ട്. അതൊക്കെ ശരി. നിന്നെ കെട്ടാന്ന് ഇവൻ പറഞ്ഞോ? അതും പറഞ്ഞു. അത് നീ പറഞ്ഞാ പോരാ, ഇവൻ പറഞ്ഞ് ഞാനും നിന്റെ അച്ഛനും കേൾക്കണം. നളിനിയെ കെട്ടിക്കോളാന്ന് ഞാൻ അവളോട് പറഞ്ഞതാ. ഇനി ഞാൻ തന്നെ പറഞ്ഞു കേൾക്കണമെങ്കിൽ പറയാം. നളിനിയെ ഞാൻ കല്യാണം കഴിച്ചോളാം. ശുഭലക്ഷണം. നല്ല കാര്യം പറയുമ്പോ പല്ലി തന്നെ ചലക്കണമെന്നൊന്നുമില്ല, വണ്ടി ശബ്ദം കേട്ടാലും മതി. ആ കൊച്ചാട്ടൻ ഇപ്പൊ വന്നത് നന്നായി. കാര്യങ്ങളൊക്കെ അരക്കിട്ടുറപ്പിക്കാലോ. നല്ല പശുപാലിൽ കൊണ്ട് ഞാൻ ചായ എടുക്കാം. ഒരു വിശേഷം പറയാനുണ്ട്. എന്താ? എടാ, ഇത് എന്റെ കൂടെ ഉണ്ടായിരുന്ന ചന്തുവാ. ആരായിരിക്കും? ആരായാലും എന്താ, വീട്ടിൽ വന്നതല്ലേ, പോയി നോക്ക്. ചന്തു നിക്കാൻ. പാറു വാലടക്കി. ചന്തു പറയുന്നത് കേക്ക്. എനിക്ക് നിന്നോട് സംസാരിക്കാനുണ്ട്. മോളെ, ബഹളം ഉണ്ടാക്കണ്ട. ഏട്ടനോട് പറ, നിന്റെ ആരാവൻ? സാജ, ഇവരെ കല്യാണം കഴിഞ്ഞതാ, രജിസ്റ്റർ മാരേജ്. ഇവിടുന്ന് എല്ലാ ആഴ്ചയും ഹോസ്റ്റലിൽ നിന്ന് വരുന്നെന്ന് പറഞ്ഞ് വീട്ടിലേക്ക് വരുന്നത്. സത്യമാണോ? സത്യമാണോ? പാറു, ഇവിടെ നോക്ക്. നിനക്ക് ഈ നാടകം പഠിപ്പിച്ച മാസം എത്ര രൂപ കിട്ടും? സാജ വേണ്ട. മോനെ, നിന്റെ അവസ്ഥ നല്ലോണം അറിയുന്ന ആളാ ഞാൻ. സത്യം പറ, നീ ഒരു കൊറോള ആൾട്ടിസ് ബുക്ക് ചെയ്തിട്ടുണ്ടോ? ദേ, ഇപ്പൊ ഞാൻ സാജനെ തടഞ്ഞു, ഇനി ഞാൻ തടയില്ല. പറയാനുള്ള വേഗം പറഞ്ഞോ. ആ കാറ് ബുക്ക് ചെയ്യാൻ നിനക്ക് എവിടുന്ന് കാശ്? പറയടാ, എവിടുന്നാന്ന്? അത് ചോദിക്കും താനാരാ? കാശ് ഞാൻ എങ്ങനെയുണ്ടാക്കും? എനിക്ക് ഇഷ്ടമുള്ളത് ഞാൻ മേടിക്കും. പിന്നെ തന്റെ പെങ്ങളെ കെട്ടിന്നുള്ള നേരാ, അതും നിയമപ്രകാരം. ഇനി എന്താ അറിയേണ്ടത്? എല്ലാം കഴിഞ്ഞെങ്കിൽ 3 പേര് സ്ഥലം വിട്ടോ. ഹാ, രൂപ ഞാൻ എടുക്കുന്ന ഏട്ടന്റെ മുറിന്ന് ആ പെട്ടിയിലെ കാശ് മുഴുവൻ ഞാൻ എടുത്തു. വേണ്ട, കൂൾ ഡൗൺ ഒന്നും ആവണ്ട. അവൻ തിളക്കട്ടെ. പക്ഷേ എന്തിനാ തിളക്കണേന്ന് കൂടെ ഓർക്കണം. തനിക്കിത് എവിടുന്ന് കിട്ടിയതാ? മോട്ടിച്ചതോ കളഞ്ഞു കിട്ടിയതോ അല്ലേ? അല്ലാതെ സമ്പാദിച്ചൊന്നും അല്ലല്ലോ. വെറുതെ കിട്ടിയത്. അത് ആർക്കും അനുഭവിക്കാം. അല്ലെങ്കിലേ ഇടുവാടി, തന്റെ പെങ്ങളെ കെട്ടിയത് ശ്രീധനായിട്ട് നീ കൂട്ടിക്കോ.
സാജനും ഞങ്ങളും വലിയൊരു പ്രശ്നത്തിലാ. ചിലവാക്കിയ കാശ് കഴിഞ്ഞ് ബാക്കിയുള്ളത് കിട്ടിയാ നമ്മളെല്ലാവരും രക്ഷപ്പെടും. നിങ്ങളുടെ ഉയർച്ച കണ്ടപ്പോ ഞാനും പെട്ടെന്ന് പണം ഉണ്ടാക്കാനുള്ള വഴി എടിപ്പോയി. ഇപ്പൊ കൈ കാശൊന്നുമില്ല. ഇനി മുടക്കിയ പണം തിരിച്ചു വരണം, അല്ലെങ്കിൽ എവിടെന്നെങ്കിലും കക്കണം. ജാനകിയുടെ പണം എങ്ങനെയാടാ കൊടുക്കുക? പെട്ടെന്ന് അത് കൊടുക്കണം. അതിനിപ്പോ എന്തോ ഒരു വഴി. എല്ലാ വഴിയും അടയുന്നത് വരെ നീ അത് മറച്ചു വെച്ചില്ലേ? അന്ന് ഈ രൂപ പോയ കാര്യം പറഞ്ഞിരുന്നേ പെട്ടെന്ന് അന്വേഷിക്കായിരുന്നു. അത് ഇവനെങ്ങനെ പറയാനാ? സ്വന്തം വീട്ടിൽ ആരെങ്കിലും കള്ളനാക്കിക്കൊണ്ട് വേണ്ട അത് പറയാൻ. വേറൊരു കുരിശിപ്പ് എന്റെ മണ്ടയിൽ വന്ന് വീഴും. ആ പൈസ അമ്മാവൻ അടിച്ചു മാറ്റി എന്നായിരുന്നു എന്റെ വിശ്വാസം. നിവൃത്തിയില്ലാതെ അമ്മാവൻ്റെ കുറച്ചെങ്കിലും കാശ് കിട്ടാൻ വേണ്ടി ഞാൻ നളിനിയെ കല്യാണം കഴിച്ചോളാം എന്ന് അവിടെ ചെന്ന് പറഞ്ഞു. അപ്പൊ ജാനകിയോ? അവളുടെ പൈസ നീ തൊലച്ചു, ഇനി ജീവിതം കൂടി തൊലയ്ക്കോ? എന്റെ അവസ്ഥ നിങ്ങൾ ആരും മനസ്സിലാക്കുന്നില്ല. ജാനകിയുടെ കാശ് എത്രയും പെട്ടെന്ന് കൊടുത്തില്ലെങ്കിൽ എന്റെ സമനില തെറ്റും. ആഹാരത്തിന് പോലെ ആ കുടുംബം കഷ്ടപ്പെടുമ്പോ അവരുടെ കാശ് കൊണ്ട് നമ്മള്, അതാ കാര്യം. അതാണ് എന്റെ പ്രശ്നം. അല്ലാതെ അവളെ മറന്നിട്ടൊന്നുമില്ല. നീ ഇനി എത്ര ചീത്ത പറഞ്ഞാലും ഞാൻ നിന്റെ കൂടെ ഉണ്ടാവും. ടാക്സി ഓടിച്ച് കിട്ടണേന്ന് നീ എനിക്ക് എത്ര പ്രാവശ്യം ചോറ് വാങ്ങി തന്നിട്ടുള്ളത്. വിശപ്പ് മാറ്റി തരുന്നവരെ ആരും ഒരിക്കലും മറക്കില്ലടാ. എൻ്റെ അച്ഛനും അമ്മയൊക്കെ നീയാ. എനിക്കിപ്പോ അല്പ സമാധാനം തോന്നുന്നുണ്ട്. എടാ, നമ്മൾ ഇനി പിരിയരുത്. ത്രിമൂർത്തി അസോസിയേറ്റ്സ് ഒരിക്കലും ഇല്ലാതാവരുത്. ദീപം ദീപം ദീപം. കഴിഞ്ഞ പല ദിവസങ്ങളായി അറിഞ്ഞോ അറിയാതെയും ഞാൻ അവരുടെ പിന്നാലെയുണ്ട്. മനസ്സിലായി, എല്ലാം എനിക്ക് മനസ്സിലായി. ഇനി എനിക്ക് പ്രവർത്തിക്കണം. ഇതാണ് ശരിയായ സമയം. ആ പണം തിരികെ കിട്ടാൻ അച്ഛൻ എത്രമാത്രം കഷ്ടപ്പെടുന്നുണ്ടെന്ന് എനിക്കറിയാം. ഇന്നലെ വിളിച്ചപ്പോഴും ചിന്നുവിന്റെ അച്ഛൻ ചോദിച്ചു, വയ്യാണ്ടിരിക്കുന്ന അച്ഛനെ എങ്ങും പറഞ്ഞു വിടണ്ടെന്നാ ചേട്ടൻ പറഞ്ഞേ. അച്ഛൻ ഇനി എങ്ങും പോകണ്ട. പോലീസിലും പരാതി കൊടുത്തിരിക്കുകയല്ലേ, അവര് കണ്ടുപിടിക്കും. കണ്ടുപിടിച്ചു. നിന്റെ അച്ഛനെ എല്ലാം കണ്ടുപിടിച്ചു. ഈ അച്ഛന് അതിന്റെ ഉത്തരവാദിത്വം ഉണ്ട് മോളെ. സത്യത്തിലൊരു കയ്യബദ്ധം നിനക്കും പറ്റിയില്ലേ? അതാണ് എൻ്റെ വിഷമം. ഈ കുട്ടമ്പിള്ള സാറ് അവന്മാരോട് പറഞ്ഞു അങ്ങനെ ആയിപ്പോയി. ഞാൻ വച്ചകാലം ഒരിക്കലും പിന്നോട്ട് എടുത്തിട്ടില്ല. ഞാനത് തെളിയിക്കും. എല്ലാം